ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു രൂപ പോലും സ്ഥിര വരുമാനമില്ലാത്ത മനുഷ്യനാണ്. ഈ 2019 മുതൽ 2021 കാലത്തിനിടയ്ക്ക് കുറച്ച് പണം ഒരു സ്ഥാപനത്തിൽ നിന്ന് ബൾക്കായി 10 ലക്ഷം രൂപയുടെ ബൾക്കായി വന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇയാൾ ആരാണ്? എന്നിട്ട് വിജിലൻസ് പറയുന്നു തീർച്ചയായിട്ടും ഈ വർക്കുകൾ പിടിച്ച് സ്പോൺസറായി ശബരിമലയിലെ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയി ഇയാൾ പണം സമ്പാദിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതും പരിശോധിക്കാൻ പോവുകയാണ്. പരിശോധിക്കണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്, എങ്ങനെയാണ് ഇനി ഇതിപ്പോൾ വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കും അറിയാത്തതല്ലല്ലോ. ശബരിമലയിൽ 2007-2008 കാലത്ത് അവിടെ ഒരു മേൽശാന്തിയുടെ പരികർമ്മിയായി അവിടെ എത്തുന്നു. 2-3 വർഷം അവിടെ ഉണ്ടാകുന്നു. ചില പ്രശ്നങ്ങൾ മൂലം, അത്രേ എനിക്കിപ്പോൾ അറിയൂ, തെളിവില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, പറഞ്ഞു കേൾക്കുന്ന മറ്റു പലതുമാണ്. എന്തായാലും അദ്ദേഹത്തിന് അവിടുന്ന് അത് പുറത്തു പോകേണ്ടി വന്നു. അതിനുശേഷം 1-2 വർഷം കഴിയുമ്പോൾ 2016 മുമ്പേ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും അവിടെ എത്തുന്നു. അതിനുശേഷം 2-3 വർഷം കഴിയുമ്പോൾ സ്പോൺസറായി മാറുകയാണ്. ആരാണ് സ്പോൺസർ? പണമുള്ളയാൾ, ഇപ്പോൾ വിജയമല്ലിയോ അങ്ങനെയുള്ള കുമരൻ സിൽക്സോ അങ്ങനെയുള്ള ആളുകളൊന്നും സ്പോൺസർ ചെയ്യുന്നത് പോലെയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഇവിടെ മേൽശാന്തിയുടെ സ്റ്റെപ്പിനെയായിട്ട് എർത്തായിട്ട് കൂടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ 4 വർഷം കഴിഞ്ഞ് ഞാനാണ് സ്പോൺസർ എന്ന് പറയുമ്പോൾ താൻ ആരുവാ എന്ന് ചോദിക്കാനുള്ള ഒരു അതൊരു ബേസിക് ലോജിക്കല്ലേ? അത് ചോദിച്ചില്ലെന്ന് മാത്രമല്ല, എന്തിനും ഏതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതായി മാറി ശബരിമലയിലെ മുദ്രാവാക്യം.